Where does the sun rise? The sun rises in the east. എന്താ? വിശ്വനാഥൻ സാറുണ്ടോ? ഡാഡി കുളിച്ചോണ്ടിരിക്കുക. പ്ലീസ് കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. Cow gives us dash and dash. Cow gives us milk and cow gives us milk and മീറ്റ്. എനിക്കറിയാം, മറന്നുപോയതാ. മീറ്റ്. ആന്റിക്ക് പുസിക്കാറ്റ് അറിയാവോ? പിന്നെ അറിയാലോ. പുസിക്കാറ്റ് പുസിക്കാറ്റ് where have you been? I have been to London to look at the Queen. ആന്റി സ്കൂൾ ടീച്ചറാ? ഏയ് അല്ല. ഞങ്ങളുടെ ടീച്ചർ സോങ് പാടുന്നതിൽ നന്നായിട്ട് ആന്റി പാടുണ്ടല്ലോ. ആന്റിയുടെ പേരെന്താ? രഞ്ജിനി മേനോൻ. ഹായ്, മമ്മിയുടെ പേര്. ആഹാ, മോളുടെ മമ്മിയുടെ പേരും രഞ്ജിനി എന്നാ? മോളെ മോളെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഐ എം രഞ്ജിനി മേനോൻ. പുതുതായി മനസ്സിലായി. ഇന്നലെ ജോയിൻ ചെയ്തു അല്ലേ? കൈമൾ സാർ വിളിച്ച് പറഞ്ഞിരുന്നു. ഡാഡി, എനിക്ക് ട്യൂഷൻ ടീച്ചറെ ഏർപ്പാട് ചെയ്യണമെന്ന് ഉമാരങ്ങളോട് പറഞ്ഞില്ലേ? ഈ ആന്റി മതി. എല്ലാ ലെസൺസ് ഈ ആന്റിക്ക് കാണാൻ പാടാ. മോൾ അകത്ത് വരുന്നു, പഠിച്ചോളൂ. ഇരിക്കൂ. കമാ. വേണ്ട സർ, ഞാൻ ഇറങ്ങാ. മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ സാറിനെ ഫോർമലായിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് പോവാന്ന് കരുതിയാ ഞാൻ. ഇറ്റ്സ് ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. കാരി ഓൺ. താങ്ക് യു സർ. അമ്മേ, നമ്മുടെ പത്രത്തിൽ പുതുതായി ജോയിൻ ചെയ്ത ജേർണലിസ്റ്റാ രഞ്ജിനി മേനോൻ. നമസ്കാരം. കേറിയിരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വേണ്ടമ്മേ, ഇനി ഒരു ദിവസം വരട്ടെ സാർ. വരട്ടമ്മേ. യെസ്, ഇത് മത്സരത്തിന്റെ യുഗമാണ്. സിമിലർ ലൈൻ ഓഫ് പ്രോഡക്ട്സ് മാർക്കറ്റിലുള്ളപ്പോ ഉപഭോക്താവ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരള ടുഡേയുടെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ തീരൂ. പിന്നെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണുള്ളത്. എന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു പല വ്യവസായങ്ങളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഞാൻ ഓരോ കൊല്ലവും അഡീഷണലായി പത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളിൽ പലർക്കും അറിയില്ല. ഇത്രയും പറഞ്ഞത് എങ്ങനെയെങ്കിലും പത്രത്തിലൂടെ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല. നമ്മുടെ പത്രത്തിന്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പോളിസി മാറ്റേഴ്സിലോ ഇന്റേണൽ മാനേജ്മെന്റിലോ ഞാൻ ഇതുവരെ ഒരു രീതിയിലും ഇന്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എക്സ്പെക്ട് റിസൾട്ട്സ്. ഓൺലി ഹാർഡ് വർക്ക് ക്യാൻ ഗിവ് കോൺക്രീറ്റ് റിസൾട്ട്സ്. നോവൽ ഫീച്ചേഴ്സ്, സെൻസേഷണൽ റൈറ്റപ്സ്, വൈഡ് കവറേജ് ഓഫ് ഡേ ടു ഡേ ഹാപ്പനിങ്സ്, ഇവയെല്ലാം മാക്സിമം പെർഫെക്ഷനോട് കൂടി നമ്മുടെ പത്രത്തിൽ വരുത്താൻ കഴിഞ്ഞാൽ അത് കേരള ടുഡേയുടെ ഇമേജ് വളരെയധികം വർദ്ധിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സത്യം പറഞ്ഞ മാനേജിംഗ് ഡയറക്ടറുടെ പ്രസംഗം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അയാള് പറയും പോലൊക്കെ അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് ചുമടെടുക്കാൻ പോകുന്നതാ. ചുമട്ട് ജോലിക്ക് അങ്ങനെ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ. അതെ, കിഴക്കേടത്തിന് ഇനി വേണമെങ്കിലും പോകാന്നല്ലേ ഉള്ളൂ. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ എപ്പോഴും തമാശ പറഞ്ഞോണ്ടിരിക്കും. നമ്മുടെ പത്രത്തിന്റെ പഴയ ഇഷ്യൂ ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഫംഗ്ഷനിങ് അറിഞ്ഞിരിക്കാമല്ലോ. എന്റെ ലേഖനങ്ങളുള്ള പത്രങ്ങൾ സശ്രദ്ധം വായിക്കണം, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ശരിയാ, മോശപ്പെട്ട ലേഖനങ്ങൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാക്കിയിരിക്കാമല്ലോ. ഉടേഷൻ, ഒരു മിനിറ്റ്. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോണം. എന്റെ അപ്പൂസിന്റെ സ്വന്തം കുപ്പൂസിന്റെ 7-8 ഭാഗം എഴുതി വെച്ചേക്കണം. കഥ ഇതുവരെ എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ശരി, എത്ര നാള് നിന്നെ കൊണ്ട് എഴുതിച്ച് എനിക്കിങ്ങനെ ആളായി നടക്കാൻ പറ്റും എന്നല്ലേ അച്ഛയുടെ അർത്ഥം? നിനക്കോ പൈങ്കിളി വാരികൾ എഴുതാൻ താല്പര്യമില്ല. അപ്പൊ പിന്നെ കൂലിക്ക് എഴുത്ത് നല്ല പരിപാടിയല്ലേ? കിട്ടുന്നത് പാതി നിനക്ക് തരുന്നുണ്ടല്ലോ.
കാശിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. എവിടെ എത്ര അത്യാവശ്യമായിട്ട് പോകാനുള്ളത്? സംഗതി പരമരഹസ്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു നക്ഷത്ര വേശ്യാലെ സംഗതത്തെ കുറിച്ച് അറിവ് ലഭിച്ചിട്ടുണ്ട്. നേരിട്ട് പോയി ചില വിവരങ്ങൾ ചോർത്തിയെടുത്ത് നാളത്തെ പത്രത്തിൽ തന്നെ കാറ്റണം. അത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, അതിന് ഞാൻ വേറെ വകുപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ പരിചയക്കാരി ഒരു നാടക നടിയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എന്തിന്? ആ പെണ്ണിനെ അവിടെ നിർത്താനാണെന്ന് കള്ള പറയും. എന്നിട്ട് ഞാൻ അകത്ത് കയറും, ചോർത്തും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ബെസ്റ്റ്. എന്നാലും ഇന്നലെ വരെയും ചീത്ത പെണ്ണുങ്ങളാ ഇവിടെ താമസിച്ചോണ്ടിരുന്നെന്ന് ഓർക്കുമ്പോഴാ ഒരു മനപ്രയാസം. അതിലൊന്നും ഒരു കാര്യമില്ലടി. അവരെ എല്ലാം കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ ഈ സോമന് തന്നില്ലേ? സത്യം പറഞ്ഞ ഞാൻ അവരെ ഒഴിപ്പിച്ചതിന്റെ ഒരു നന്ദി സൂചകമായിട്ട് നമ്മൾ ഇവർക്ക് 4 വാടക കൊടുത്താൽ മതി എന്നാ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീട് 850 രൂപയ്ക്ക് എവിടെ കിട്ടാനടി? ആ അത് ശരിയാ. ആ മനസ്സിലായില്ല. ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന എങ്ങനുണ്ട് ഉരുപ്പടി? തരക്കേടില്ല. അതേവാ വലിയ വലിയ VIP വരുന്ന വീടല്ലേ, തനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. എന്താ എന്റെ പേര്? ഓമന. അല്ലടോ, തന്റെ പേരെന്താ? തന്റെ പേരെന്തോടോ? അതെ, നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. ബാ. എന്തോ അടേ ഇടയുന്ന നല്ല ബാഡയാണല്ലോ. താൻ ഇവിടുത്തെ ബാഡി ഗാർഡാണോ? ബാ ബാടേ. പട്ടി കഴിവണേ. അയ്യോ 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 എന്റെ അമ്മ. എന്തു പറ്റി? ശബ്ദം പോയി. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും അടി ഒരുമിച്ച് കൊണ്ടിട്ടില്ല. ആ പഴയ എണ്ണയും കുഴപ്പം കൂടി ഇരിപ്പുണ്ടല്ലോ. ഉണ്ട്. കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചത് അനിയ. കേൾക്കണം. പോണ്ടാന്ന് പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് മനസ്സിലുണ്ടായിരുന്നാ മതിയോടെ പറഞ്ഞു തൊലക്കട്ടെ. പക്ഷെ അടി കൊള്ളണമെന്ന് തലയിൽ വര കിടക്കുമ്പോ അത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാ മായ്ക്കാൻ പറ്റുമോ? കിടക്കണം. ഈ ടൈപ്പ് 2 ഇടി കൂടി കിട്ടിയിരുന്നെങ്കിൽ ജനങ്ങളുടെ പ്രിയങ്കരനായ കിഴക്കേടൻ ദിവംഗതനായി ഇന്ന് നമ്മുടെ പത്രത്തിൽ തന്നെ ബ്ലാക്ക് ബാർഡറിൽ ഫോട്ടോ അടിച്ചു വന്നേനെ അനിയ. വിഷമിക്കാതെ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഫീച്ചറിന്റെ മാറ്റർ ഡിഫറെന്റ് ആയിരിക്കണം, സെൻസേഷനിലായിരിക്കണം, ഇതുവരെ ആരും കവർ ചെയ്യാത്ത മേഖലയും ആയിരിക്കണം. ഇത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് ഒരു സബ്ജക്ട് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്റെ പേരിൽ ആദ്യം വരുന്ന ഫീച്ചർ ആയതുകൊണ്ടാ ഇത്രയും ടെൻഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? വേണുട്ടിനെന്താ ഒന്നും മിണ്ടാത്തത്? ഒരു സജഷനും പറയാനില്ലേ? വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാതെ മുങ്ങുന്ന കക്ഷികൾ എന്നൊരു പരമ്പര കാച്ച്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്റെ കയ്യിൽ തന്നെ ഉണ്ട് 100 കക്ഷികൾ. അത് വേണ്ട. പാവപ്പെട്ട കക്ഷികളുടെ കയ്യിൽ നിന്നും ക്രൂരമായി ഫീസ് വാങ്ങുന്ന വക്കീലന്മാർ എന്നായാലോ? ആ, ഇന്നലെ ഓഫീസിൽ വന്നൊരു കേസുണ്ട്. നിനക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസേഷണൽ മാറ്ററാ. കഴിഞ്ഞ ആഴ്ച ജനറൽ ഹോസ്പിറ്റലിൽ കണ്ണ് ഓപ്പറേഷൻ ഒരു കുട്ടി അഡ്മിറ്റ് ചെയ്തിരുന്നു. അസുഖമുള്ള ഇടത് കണ്ണിന് പകരം ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തത് വലത് കണ്ണാ. ഇപ്പൊ ആ കുട്ടിക്ക് 2 കണ്ണിനും കാഴ്ചയില്ല. ഡോക്ടേഴ്സ് ഈ കേസ് പുറത്തുവിടാതെ വളരെ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. പേഷ്യന്റ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. എന്നാലും ഇത്രയും കെയർലെസ് ആയി ഡോക്ടേഴ്സ് പെരുമാറിയാൽ? കറക്റ്റ്. സംഭവം ആരറിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് നീ ഇപ്പൊ ചോദിച്ചത്. ജനങ്ങളുടെ ആ പൾസ് വെച്ച് നിനക്ക് ക്യാഷ് ചെയ്യാം. വളരെയധികം സോഷ്യൽ റെലവൻസ് ഉള്ള കേസാ. കുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ, അച്ഛനില്ല, അമ്മയാ കൂടുള്ളത്. അവരുടെ സാമ്പത്തിക നില വെച്ചിട്ട് കേസിനൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേറ്റ് ചെയ്ത കണ്ണിനും അസുഖം ഉണ്ടായിരുന്നു എന്ന് ഡോക്ടേഴ്സ് കേസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മാക്സിമം ട്രൈ ചെയ്യാം. ഇതിന്റെ ഫോളോ അപ്പ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങിക്കോളാം.